ഒരു ചായ കുടിച്ചു തുടങ്ങിയല്ലേ? നമുക്ക് എങ്ങനെ ചായ വന്നേന്നറിയോ? പിന്നെ ചായക്കകത്തോളം പ്രാധാന്യമില്ലേ? ചായയുടെ മറ്റേ തേയില ഇമ്പോർട്ട് ചെയ്യണത് നിർത്തി. നമ്മളെ ചായ മോശം എന്നല്ല പറയണേ. എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്നത് ഇഞ്ചിട്ട ചായ. തേയില ഇവിടെ നിന്നാണല്ലോ കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ മിക്ക കടയിലും കിട്ടുന്ന ചായയിൽ വെള്ളം ചേർക്കും. എനിക്ക് 24 ചായ ഇഞ്ചിട്ട ചായ വേണം, എന്നാലേ എനിക്ക് ആ ദിവസം പോകാൻ പറ്റുള്ളൂ. മൊത്തം ചായക്കടകള് ഭയങ്കരമായിട്ട് തന്നെ കൂടിക്കൊണ്ട് വരികയാണ്. നേരെ ചെന്നിട്ട് പോലീസുകാരുടെ മുമ്പിൽ ഒരാള് ഇന്റർവ്യൂവിന് പോയിട്ട് അങ്ങനെ എന്തോ കിട്ടാണ്ടിരുന്നിട്ട് അവസാനം പുറത്തു വന്ന് നോക്കുമ്പോ ആള് ചായക്കട നടത്തിക്കൊണ്ടിരിക്കണം. കൂടുതല് ഇതൊന്നും വേണ്ട. നമ്മളൊരു പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അതിന്റെ പേര് ദി ലോക്കൽ ഷോ. കട്ട ലോക്കൽ, ലോക്കൽ സംസാരങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും. അതിന്റെ ടാഗ്ലൈനായിട്ട് വരുന്നത് ഇവിടെ എന്തും പോകും. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് എന്തൊക്കെയാ? നമുക്ക് സിനിമ ചെയ്യാം, പിന്നെ സ്പോർട്സ്, എന്റർടൈൻമെന്റ്, ഫുഡാണല്ലോ മെയിൻ. ഫുഡ് ഇല്ലാണ്ട് ഓക്കെ, നമ്മളൊരു ടോപ്പിക് വെച്ച് തുടങ്ങണം. അത് എന്ത് ടോപ്പിക് വെച്ച് തുടങ്ങാൻ പറ്റും? അത് പറ. നമുക്ക് തുടങ്ങാൻ പറ്റിയ എത്രത്തോളം ടോപ്പിക് ഉണ്ട്? നമുക്ക് ഫുഡ് തന്നെ തുടങ്ങാം. ഫുഡ് തന്നെ ബേസിക് ഫുഡാണോ, അത് എല്ലാവരും കഴിക്കുന്ന ഫുഡാണോ, ലോക്കൽ ഫുഡാണോ, അതോ ലോക്കൽ ഷോനെ പറ്റിയ ലോക്കൽ ഫുഡുകൾ മാത്രം കഴിക്കുന്നത്? ലോക്കൽസ് നമ്മള് രാവിലെ എണിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കുടിക്കുന്ന ചായ. അതും വെച്ചിട്ട് തന്നെ ടോക്ക് ചായ തുടങ്ങാം. ഒരു മലയാളി അവന്റെ ആദ്യത്തെ ദിവസം തുടങ്ങുന്ന ഒരു ചായ വെച്ചിട്ട്. ചായ പിന്നെ എപ്പോഴും കൊടയടിക്കണതെന്ന് വെച്ചാൽ ചായ വെച്ചിട്ട്. സിനിമ ചർച്ചകൾ നടക്കുന്ന എവിടെ? ചായ വെച്ചിട്ട്. അത് തന്നെ ഒരു നാട്ടില് ചർച്ചകൾ നടക്കുന്നത് ചായക്കടയിൽ. പിന്നെ ചായക്കകത്തോളം പ്രാധാന്യമില്ലേ? അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ചായയാണ്. അപ്പൊ നമുക്ക് ചായ തുടങ്ങാം. ഓക്കെ, എന്നാ അർജുനായിട്ട് പറയാം. അർജുനായിട്ട് ഒരു ദിവസം എത്ര ചായ കുടിക്കും? ആ നല്ലൊരു ചോദ്യമാണ്. കണക്കില്ലടാ, കണക്കില്ല. ഒരു ചായ കുടിക്കാൻ കണക്കുണ്ടോ? അതിനും കണക്കില്ല. ഞാൻ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു 3-4 ചായ. അതിൽ കൂടുതൽ നീ കുടിക്കാറില്ലേ? സന്ദർഭങ്ങളെല്ലാം കുടിക്കും. ഇപ്പോ രാവിലെ ചായ, പിന്നെ പക്ഷെ ഉച്ച നേരത്തെ ചായ കുടിക്കാൻ പറ്റില്ല. ഈ കേരളത്തിലെ വെയിൽ വെച്ചിട്ട് കുടിക്കണുണ്ട്, പക്ഷെ എനിക്ക് പറ്റില്ല. പിന്നെ വൈകുന്നേരം ഒരു ചായ അല്ലെങ്കിൽ തലവേദന ഉണ്ടാവാറുണ്ടോ? ഇല്ല, ചായ തലവേദന ഇല്ല. എനിക്ക് പറയാനുണ്ട്, പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെ ചായ വന്നേന്നറിയോ? ചായയിലേക്ക് നമ്മളിങ്ങനെ മലയാളികളെ ചായയിലേക്ക് എങ്ങനെയാണ് ഇതായത് കണക്റ്റഡ് ആയത്? നമ്മുടെ എല്ലാ സിനാരിയിലും ചായ എങ്ങനെ വന്നു? ഇത് തുടങ്ങിയത് ചൈനയെന്നാണെന്നറിയാം, അത് മാത്രം അറിയാം. ചൈനയിൽ അത് ചായ ആയിരുന്നില്ല. അല്ല, ചായ ആയിരുന്നില്ല, അവിടെ നിന്നാണ് തുടങ്ങിയത് വന്നേക്കണത്. ആദ്യം കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ചാല് ഈ സ്പൈസസ് വെച്ചിട്ട് അതില് വെള്ളം ഹോട്ട് വാട്ടർ ഒഴിച്ച് അതിൽ നിന്ന് ഉണ്ടാകുന്ന സാധനത്തിനാണ് ചായ എന്നുള്ളൊരു ചായ് എന്തോ ഒരു കോൺസെപ്റ്റ്. വേറൊരു കഥ കേട്ടിട്ടുള്ളത് മറ്റേ ചൈനയിലൊരു ഒരാളുടെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. ആള് എന്തോ ഒരു യുദ്ധത്തിന് പോയ ടൈമില് ചൂടുവെള്ളം ഉണ്ടാക്കിയതാ. ചൂടുവെള്ളം ഉണ്ടാക്കിയപ്പോ അതിൽക്ക് അറിയാതെ എവിടുന്ന ഒരു മരത്തിന്ന് കുറച്ച് ഇല വീണു, അതൊരു പാനീയായിട്ട് മാറി. അതിനവര് ചായ നാക്കിണ്ട്. അതിനുശേഷം അത് ചൈനയിൽ നിന്ന് നേരെ യൂറോപ്യൻ കൺട്രീസ്, അമേരിക്ക, അവിടേക്കൊക്കെ പോയിട്ട് ഒരു കാലത്ത് യൂറോപ്യൻ കൺട്രീസില് സ്വർണത്തിനേക്കാൾ വില ഉണ്ടായിരുന്നു ചായയുടെ തേയില ഇവിടെ നിന്നാണല്ലോ കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷെ അത് ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണക്കാര് പുറത്തെ ആൾക്കാരാണ്, യൂറോപ്യൻ ആൾക്കാരാണ്. ഇവിടെ അതിന് ആധിപത്യം വന്ന സമയത്താണ് അവര് ചൈന ഇതിന് മോനോപ്പൊളി ആയിട്ടിരിക്കുന്നത്. ചായയുടെ മൊനോപ്പൊളി ചൈന ഇരിക്കുന്ന സമയത്ത് അത് ബ്രിട്ടീഷ് ആൾക്കാരെ തോപ്പിക്കാനായിട്ടാണ് അവരത് ഇവിടെ വന്ന് പ്ലേസ് ചെയ്യുന്നു. അത് നമ്മൾ ഇത്രയും വലിയ പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷം പിന്നെ അത് അമേരിക്കയിലൊക്കെ ചായ നിർത്തി. ഇപ്പൊ ഫുള്ള് കോഫി. കാരണം അതെന്തോ ഒരു കേസ് വന്നിട്ട്, എന്തോ ടാക്സിന്റെ എന്തോ ഇഷ്യൂ വന്നിട്ട് അവരവിടെ ചായയുടെ മറ്റേ തേയില ഇമ്പോർട്ട് ചെയ്യണത് നിർത്തി. ആ നിർത്തിയ ടൈമില് എല്ലാരും കോഫിയിലേക്ക് മാറി. അങ്ങനെ അവര് കോഫി അഡിക്ട്സ് ആയി. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മറ്റ് കൺട്രീസില് നമ്മുടെ ചായയില് മീൻസ് ഷുഗർ കണ്ടന്റ് ഇല്ല. പക്ഷേ ഇന്ത്യയിലായതുകൊണ്ട് ഷുഗർ കണ്ടന്റ് യൂസ് ചെയ്യുന്നത് ചായക്ക്. അതിനെ കുറിച്ച് പിന്നെ പല സംസ്ഥാനങ്ങളിലും ചായക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. കേരളത്തില്, തമിഴ്നാട്
ഇഷ്ടംമാതിരി. അതേപോലെ ഇപ്പൊ കർണാടകത്തെ ചായ എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ചായ മോശം എന്നല്ല പറയണേ, പക്ഷെ നമ്മളിവിടെ മിക്ക കടയിൽ കിട്ടുന്ന ചായയിൽ വെള്ളം ചേർക്കും, വെള്ളം ചേർത്ത് ചായ ആയിരിക്കും. പക്ഷെ കർണാടക, ബാംഗ്ലൂർ അവിടെയൊക്കെ പോയി കഴിഞ്ഞാല് ഫുൾ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഈ തമിഴ്സ് യൂസ് ചെയ്യുന്നതില്ലേ, അവര് ഇഞ്ചിയാണ്, അതിൽ ഇഞ്ചി എന്തായാലും ഇട്ടിരിക്കും. ഇഞ്ചിപ്പൂട്ട് ചായ എന്ന് പറയുന്നത്. അതിപ്പോ എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്നത് ഇഞ്ചിയിട്ട ചായയാണ്. ഇപ്പോ ഒരു ടോക്കിലും കണ്ടും ഒരു പുള്ളി പറയുന്നുണ്ട്, എനിക്ക് 24 ചായ ഇഞ്ചിയിട്ട ചായ വേണം, എന്നാലേ എനിക്ക് ആ ദിവസം പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. അപ്പൊ ചായ അത്രത്തോളം നമ്മുടെ ഇന്ത്യൻസിന് ഭയങ്കര രീതിയിൽ തന്നെ ഒരു ആവശ്യ ഘടകമാണ്. അതെ, ഇപ്പൊ കേട്ടിട്ടില്ലേ മറ്റേ ചായ കുടിക്കാൻ വേണ്ടിട്ട് 100 കിലോമീറ്റർ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരിക. അപ്പൊ ചിലവര് പറയും പ്രാന്താണെന്ന്, പക്ഷെ ആ ഒരു വൈബ് ചായക്ക് മാത്രം. ഈ കൊറോണ ടൈമിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഈ കൊറോണ ടൈമിൽ എല്ലാം അടച്ചടക്കിയിരുന്നല്ലോ. അപ്പൊ കൊറോണ ടൈമിൽ ഇവരെന്താ വെച്ചാല് കുറച്ച് പിള്ളേര് വണ്ടി എടുത്ത് ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടിട്ട്. നേരെ ചെന്നിട്ട് പോലീസുകാരുടെ മുമ്പിൽ പോലീസുകാരെന്താ വെച്ചാല് എല്ലാത്തിനും വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വലിയൊരു കെറ്റില് ചായ എടുത്ത് ഇതില് ഈ കെറ്റില് തീർത്തിട്ട് നിങ്ങൾ പോയാൽ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഒക്കെ ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മൂന്നാറ് വരെ ചായ കുടിക്കാൻ പോണ ഫ്രണ്ട്സ് ഒക്കെ എനിക്കുണ്ട്. രാവിലെ അല്ലെങ്കിൽ രാത്രി പുലർച്ചെ ചായ ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളൊരു ടൈമില് ട്രിപ്പ് പോയപ്പോ ഞങ്ങളിങ്ങനെ സ്റ്റോറി ഇട്ടു ട്രിപ്പ്. അങ്ങനെ ട്രിപ്പിന്റെ ആ സ്റ്റോറി കണ്ടിട്ട് ഒരുത്തര് പ്രാന്തായിട്ട് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്ക് 3-4 ലെവൽ എത്തി, എന്നിട്ട് ചായ കുടിച്ചിട്ട് അവിടെ നിൽക്കുന്നു. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചായ എന്ന് പറഞ്ഞ ഒരു പ്രാന്തും ഒരു വികാരമാണ്. ഇപ്പൊ ഓഫീസിൽ സ്ട്രെസ് ഒക്കെ വന്നിരിക്കുമ്പോ പുറത്തു പോയി ചായ കുടിക്കുന്ന 5 മണിക്ക് വേണ്ടി കാത്തു നിൽക്കാണ്. ചായയല്ലേ 4 മണിക്ക്. പിന്നെ ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു മന്തി ഒക്കെ കഴിച്ചിട്ട് ഒരു ലെമൺ ടീ കുടിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങാം, സെറ്റാ. പിന്നെ ചായയുടെ എന്തിട്ടൊക്കെ ഇപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ ചായന്നാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോ ഒരു ബിസിനസ് വരെ ചിലപ്പോ ഉണ്ടായിട്ടുണ്ടാവും ഒരു ചായ ഒന്നായിരിക്കും. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു തട്ടുകട സൈഡില് 2 ഫ്രണ്ട്സ് ഒരു ഐഡിയ ഉണ്ട്, ഒരു ചായ കുടിച്ചു തുടങ്ങിയാലേ എന്ന രീതിയിൽ ആ ഒരു തുടക്കത്തിൽ തന്നെ ഈ സിനിമ ത്രെഡുകളും അടക്കം ഉണ്ടായിരിക്കണ ഈ ചായ ടോക്സിനാണ്. ഇപ്പൊ പല സിനിമകൾ ഇപ്പോ നമ്മുടെ കൽക്കത്തയിൽ ഒരു വലിയൊരു ഇന്ത്യൻ കോഫീസ് ഉണ്ട്. അവിടെ നിന്നുള്ള ടോക്കിന്നാണ് സത്യത്രയ പോലുള്ള മഹാനായ മറ്റേ സിനിമാക്കാരെല്ലാരും ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. അങ്ങനെ പല ബുക്സുകൾ എഴുതുന്നതിൽ വരെ ഒരു ചായക്ക് ഒരു പങ്കുണ്ട് ഭയങ്കര തന്നെ. പിന്നെ കമ്പനീസ് തന്നെ ഒരു ചായ ടോക്സിലൂടെ തുടങ്ങിയിട്ടില്ലേ, പലവരുടെയും കമ്പനീസ്. അത്യാവശ്യം ആൾക്കാര് ഒരു ചായ കുടിച്ചിട്ട് അവിടുന്ന് വന്ന കുറെ ഐഡിയാസ്, പിന്നെ ചിലവര് അതിനായിട്ട് ഐഡിയാസ് വരാൻ വേണ്ടി ചായ കുടിക്കും. ഇപ്പൊ രാത്രി ഇപ്പൊ നമുക്ക് ഇപ്പൊ ഓഫീസിൽ എന്തെങ്കിലും ഒരു ഐഡിയ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ തന്നെ ആരെങ്കിലും വിളിച്ചിട്ട് പുറത്തു പോയിട്ട് നമുക്ക് ചായ കുടിക്കാം. ചായ കുടിക്കുമ്പോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വരും. കാരണം നമ്മള് വെറുതെ ഇരുന്ന് ചിന്തിക്കണതും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ചിലപ്പോ ആ സംസാരം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോ നിക്കില്ല. അങ്ങനത്തെ കുറെ. അതിനേക്കാൾ അപ്പുറമാണ് ഈ ചായ ബിസിനസ് ഇല്ലേ, കട ഇഷ്ടം. ഇപ്പൊ അടുത്തൊരു ട്രോൾ വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പൊ ട്രോളാണോ അതോ ഒറിജിനൽ ആണോന്ന് അറിയില്ല. ഇപ്പൊ ഒരാൾ ഇന്റർവ്യൂവിന് പോയിട്ട് അങ്ങനെ എന്തോ കിട്ടാണ്ടിരുന്നിട്ട് അവസാനം പുറത്തു വന്ന് നോക്കുമ്പോ ആള് ചായക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളോട് ചോദിക്കും എന്തിനാ അപ്പൊ വേറെ എന്തോ ചെയ്തില്ല. അപ്പൊ എന്താ ആള് പറയും ഇതിന്ന് ഇത്ര അധികം വരുമാനം ചായക്കട തുടങ്ങുന്നത്. കാരണം എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ചായക്കട കുറേ ലാഭമാകാൻ കാരണം നമുക്ക് 1 ലിറ്റർ പാലിൽ നിന്ന് തന്നെ എത്ര ചായ ഉണ്ടാക്കുക. അപ്പൊ തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു ലാഭം, പ്രോഫിറ്റ് ഭയങ്കരമാണ്. ഇപ്പൊ 30 രൂപയുടെ ഒരു മിൽമ പാല് വാങ്ങിച്ചാല് അപ്പൊ അതിന്ന് തന്നെ ഒരു 5-6-7 ചായ ഉണ്ടാക്കുക. അതിനൊരു 10 രൂപ 70 രൂപയ്ക്ക്, അപ്പൊ ഒരു 40 രൂപ ലാഭം തന്നെ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും വിറ്റ് പോകുന്നത് സിഗരറ്റാണ്, അത് ചായ. അപ്പൊ ശരിക്കും പറഞ്ഞ ഇപ്പൊ എറണാകുളത്തായാലും മൊത്തം ചായക്കടകള് ഭയങ്കരമായിട്ട് തന്നെ കൂടിക്കൊണ്ടുവരികയാണ്. കാരണം അത്രത്തോളം എല്ലായിടത്തും ചായക്കട. ഇപ്പൊ ടർഫുകളുടെ അടുത്ത് ചായക്കടയാണ്. ഈ
എല്ലാം IT ഓഫീസിന് ഫ്രണ്ടിലും അതെ അതെ ഞങ്ങളവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട്, അതിന്റെ തൊട്ട് മുന്നിൽ ഒരു ചായക്കട. ഇപ്പൊ എവിടൊക്കെ എന്തൊക്കെ ആൾക്കാർ കൂടുന്നോ അതിന്റെ തൊട്ടടുത്ത് ചായക്കട. അത് മാത്രമല്ല ഇപ്പൊ ഏറ്റവും വലിയ മോള് പോയാലും ഒരു ചെറിയ ചായ ഷോപ്പ് നടത്തുന്നത് ആ ചായ ഷോപ്പിലാണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത്, വിറ്റുമൊക്കെ ഉള്ളത്. അത് മാത്രല്ല ഈ ഫുട്ബോളൊക്കെ കളിച്ച് വേർത്ത് വന്ന് നേരെ കുടിക്കുന്ന ഈ ചായ എങ്ങനെ ചായ കുടിക്കുക എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു ചായ ഒരു ചൂട് ചായ ഉന്മേഷം വരുന്ന കുറെ സ്പോർട്സ് ആൾക്കാർ. അതെ 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 ഇപ്പൊ ട്രോളായിട്ട് പറയില്ലേ പാലക്കാട്ടുകാര്, ആ ചൂട് ചായ കൊടുക്കഴിഞ്ഞാല് ഒറ്റ ഒറ്റ വലി കുടിച്ചാൽ ഇപ്പൊ ചായക്ക് എത്രത്തോളം ഒരു നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഭയങ്കര ഒരു സ്ഥാനമുണ്ട്. നമുക്കൊരു ചായ കുടിച്ചാലോ? ചായ കുടിക്കാൻ പോട്ടെ, എന്തായാലും ഇപ്പൊ 5 മണി അഞ്ചിടയല്ലേ അന്നൊരു ചായ കുടിച്ചു. ചായ കുടിക്കാം.